ഹായ്, ഏവർക്കും സ്വാഗതം. ഞാൻ ബ്ലാക്ക്. നമ്മുടെ എല്ലാവരുടെയും ഒരു വലിയ സ്വപ്നം തന്നെയാണ് സ്വന്തമായിട്ട് ഒരു ഭവനം നിർമ്മിക്കുക എന്നുള്ളത്. നമ്മുടെ സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖം നമുക്ക് വേറൊന്നിലും കിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് സമാധാനത്തിന് വേണ്ടിയും നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാനും വേണ്ടി നമ്മളൊരു ഭവനം എന്നുള്ള ലക്ഷ്യമാക്കി വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത്. നമ്മൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ച് നമ്മളെല്ലാവരും പലരും വീട് വെക്കുന്നതൊക്കെ ഒരു ലോണൊക്കെ എടുത്തിട്ടായിരിക്കും. ഏറ്റവും കൂടുതൽ ആൾക്കാരും വീട് വെക്കുന്നതൊക്കെ ലോൺ എടുത്തിട്ട് തന്നെയാണ്. ഈ ലോൺ എടുത്തുകൊണ്ട് നമ്മളൊരു വീട് വെക്കുമ്പോൾ നമ്മൾ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അതിന് വരുന്ന പലിശ, തിരിച്ചടവിന്റെ സമയപരിധി, പിന്നെ നമ്മൾ അടയ്ക്കുന്ന തുക ഏറ്റവും കൂടുതൽ പോകുന്നത് പലിശയിലേക്കായിരിക്കും. പിന്നീട് നമ്മുടെ മുതലിലേക്ക് അടവ് വരുന്നത് വളരെ കുറവായിരിക്കും. നമ്മൾ വളരെ വലിയൊരു കാലം നമ്മുടെ അധ്വാനം ഈ വീടിന് വേണ്ടി മാത്രമായി നമ്മൾ കളയേണ്ടി വരും എന്നുള്ളതെല്ലാം നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മുടെ സർക്കാർ ഇതിനെയെല്ലാം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്ന് തെളിയിക്കുന്ന ഒരു പദ്ധതിയാണ് പുതിയതായിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അനൗൺസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ സാധാരണ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ജനങ്ങൾക്ക് എല്ലാവർക്കും ഗുണമായി തീരുന്ന രീതിക്ക് ഒരു പദ്ധതി ആവണം ഇതെന്നാണ് ഗവൺമെന്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. സാധാരണ ജനങ്ങൾ ഒരു ലോൺ എടുത്തിട്ട് ആ ലോൺ തിരിച്ചടയ്ക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തുക പലിശയിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് ആ ലോൺ ക്ലോസ് ചെയ്തിട്ട് അവരുടെ ജീവിത നിലവാരം വീണ്ടും മുന്നോട്ട് ഉയർത്താൻ കഴിയുന്നില്ല എന്നുള്ള സാഹചര്യം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ലോൺ സ്കീം ഗവൺമെന്റ് അനൗൺസ് ചെയ്യുന്നത്. സാധാരണ ജീവിതം നയിക്കുന്നവർക്കും മുകളിലെ ജീവിതം നയിക്കുന്നവർക്കും ആർക്ക് വേണമെങ്കിലും നമുക്ക് ഈ ലോൺ അപേക്ഷിക്കാം എന്നാണ് ഇനീഷ്യൽ ആയിട്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. 50 ലക്ഷത്തിൽ താഴെയാണ് ഈ ലോൺ അപേക്ഷിച്ച് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത്. 20 വർഷം വരെ നമുക്ക് ലോണിന്റെ കാലാവധി ലഭിക്കുന്നതായിരിക്കും. ഇതെല്ലാമാണ് ഈ ലോണിന്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത്. നമുക്ക് ഇതിന്റെ കുറച്ച് വിശദാംശങ്ങൾ പരിശോധിക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന 9 ലക്ഷം രൂപ വരെ ഭവന വായ്പ പലിശ സബ്സിഡി വാഗ്ദാനം ചെയ്യുന്നു. 9 ലക്ഷം രൂപ വരെ ഭവന വായ്പ പലിശ സബ്സിഡി വാഗ്ദാനം ചെയ്യുന്നു. പുതിയ മോദി സർക്കാർ പദ്ധതി റിപ്പോർട്ട് 5 പോയിന്റുകൾ എന്നാണ് ഇതിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഇതിൽ 50 ലക്ഷം രൂപയിൽ താഴെയാണ് ലോൺ കിട്ടുന്നത്. നമുക്ക് താഴത്തേക്ക് വായിക്കാൻ മനസ്സിലാവും. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞുതരാം. പുതിയ മോദി സർക്കാർ ഭവന വായ്പ സബ്സിഡി സ്കീം ചെറുകിട വീട് വാങ്ങുന്നവർക്കായി പുതിയ ഭവന വായ്പ സബ്സിഡി സ്കീം അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതായി റിപ്പോർട്ട്. പുതിയ മോദി സർക്കാർ ഭവന വായ്പ സബ്സിഡി സ്കീം ചെറുകിട ഭവനങ്ങൾ വാങ്ങുന്നവർക്കായി പുതിയ ഭവന വായ്പ സബ്സിഡി പദ്ധതി അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട്. നഗരപ്രദേശങ്ങളിലെ താഴ്ന്ന വരുമാനക്കാരായ 25 ലക്ഷത്തോളം ഭവന വായ്പ അപേക്ഷകർക്ക് ഈ പദ്ധതിയിലൂടെ പ്രയോജനം ലഭിക്കും. എന്നിരുന്നാലും സബ്സിഡിയിലൂടെ അത്തരം വീടുകളുടെ ആവശ്യകതയെ ആശ്രയിച്ചിരിക്കുമെന്ന് അധികൃതർ വാർത്താ ഏജൻസിയോട് പറഞ്ഞു. പദ്ധതിയിലേക്ക് ആകെ ചിലവായി കണക്കാക്കിയിരിക്കുന്നത് 60,000 കോടി രൂപയാണ്. പദ്ധതി എപ്പോഴാണ് നടപ്പിലാക്കുക എന്ന ചോദ്യത്തിന് മറുപടിയായിട്ട് നൽകിയിരിക്കുന്നത് 2 മാസത്തിനുള്ളിൽ പദ്ധതി നടപ്പിലാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഈ പദ്ധതിയിലേക്ക് പലിശയായിട്ട് കണക്കാക്കുന്ന തുക എന്ന് പറയുന്നത് 3 മുതൽ 6.5% വരെയാണ്. 9 ലക്ഷം രൂപ വരയ്ക്കായിരിക്കും ഈ 3 മുതൽ 6.5 ലക്ഷം രൂപ വരെയുള്ള പലിശ ഉണ്ടാവുക. അതിനു മുകളിലേക്കുള്ള തുക വാങ്ങുന്നവർക്ക് പലിശയിൽ കുറച്ചുകൂടെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. 20 വർഷത്തേക്കാണ് കാലയളവ് പറഞ്ഞിരിക്കുന്നത്. 50 ലക്ഷം രൂപയിൽ താഴെയുള്ള ഭവന വായ്പയ്ക്ക് ഈ സബ്സിഡി ലഭ്യമാകുമെന്ന് റിപ്പോർട്ട് പറയുന്നു. അതായത് 50 ലക്ഷത്തിൽ താഴെയാണ് ഉള്ളവർക്ക് എല്ലാവർക്കും ഈ സബ്സിഡി കിട്ടുമെന്നാണ് പറയുന്നതെങ്കിലും 9 ലക്ഷം രൂപ വരെയുള്ളവർക്കാണ് 3 മുതൽ 6.5 വരെയുള്ള പലിശ നിരക്കിൽ സബ്സിഡി ലഭിക്കുക. അതിന് മുകളിലുള്ളവർക്ക് വ്യത്യാസം ഉണ്ടാവും. നമ്മൾക്ക് നോക്കേണ്ടി വരുന്നതാണ്. എന്തായാലും സർക്കാർ നമ്മുടെ നിലവിലുള്ള സാഹചര്യം പരിഗണിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു ഭവനം എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു പദ്ധതി അനൗൺസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ പദ്ധതിയെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാവുന്നതാണ്. എല്ലാവർക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്കും ലോൺ നേടിയെടുത്ത് നിങ്ങളുടെയും ഒരു സ്വപ്ന ഭവനത്തിന്റെ പണി പൂർത്തിയാക്കാൻ